ഹായ്, എൻ്റെ പേര് ജിജി. ഞാൻ കഴിഞ്ഞ ജൂലൈ 28 MOH എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ബൈ ഗോഡ്സ് ഗ്രേസ് പാസ്സായി. ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡോ സാറിനും അതുപോലെ തന്നെ എൻ്റെ മെൻറ്റർ ആയിരുന്ന ജെലിൻ മാഡത്തിനും ഒരുപാട് താങ്ക്സ്. കാരണം അവരുടെ ഒരു നല്ല സപ്പോർട്ടോട് കൂടിയിട്ടാണ് എനിക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. എക്സാമിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എക്സാം ഒരു ആവറേജ് ആയിരുന്നു. എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒരു 50 to 60% ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫയൽസ് എന്നാണ് ചോദിച്ചത്. പിന്നെ എന്താ പറയുക, ഞാൻ പഠിച്ചൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ ബേസിക് ക്ലാസ്സസ് നന്നായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2 times ഞാൻ ബേസിക് ക്ലാസ്സസ് കേട്ടിട്ടാണ് പോയിരുന്നത്. ഈ ബേസിക് ക്ലാസ്സസ് കേൾക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അപ്ഡേറ്റഡ് നോട്ട്സും എല്ലാം ചേർത്തിട്ടാണ് നമ്മുടെ ബേസിക് ക്ലാസ്സസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 2 വട്ടം ബേസിക് ക്ലാസ്സസ് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സാർ സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ CNS, CVS, എൻഡോക്രൈൻ, അതുപോലെ തന്നെ ആന്റിബയോട്ടിക്സ്, GIT, ആന്റി ക്യാൻസർ ഏജൻസ്, അങ്ങനത്തെ കുറച്ച് നമ്മുടെ ഫാർമക്കോളജി പാർട്ട്, അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് നന്നായി സ്ട്രെസ് ചെയ്തിട്ട് പഠിച്ചു. പ്രത്യേകിച്ച് അതിലെ ക്ലാസിഫിക്കേഷൻസ്, അതായത് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ട്രൈസൈക്ലിക്, ടെട്രാസൈക്ലിക്, അല്ലെങ്കിൽ നമ്മുടെ മാക്രോലൈഡ് ആന്റിബയോട്ടിക്സിലൊക്കെ ആണെങ്കിൽ മാക്രോലൈഡ്, അങ്ങനെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് നന്നായിട്ട് സ്ട്രെസ് ചെയ്തിട്ടാണ് പഠിച്ചിരുന്നത്. കാരണം നമുക്ക് ഓരോരുത്തരുടെയും നമുക്ക് എക്സാം റിവ്യൂസ് അയച്ചു തരുമ്പോൾ ക്ലാസിഫിക്കേഷന് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് ക്ലാസിഫിക്കേഷൻസ് നന്നായി സ്ട്രെസ് ചെയ്ത് പഠിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നോൺ ഫാർമക്കോളജി പാർട്ട് ആകുമ്പോൾ പ്രത്യേകിച്ച് സ്റ്റഡീസ് നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കാറ്റഗറീസ്, അതുപോലെ തന്നെ അപ്പൻഡിക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക മെഡിസിനൽ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ അമൽ സാറിൻ്റെ ഫയലാണ് നോക്കിയിരുന്നത്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ഫയൽസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൂജ മാഡത്തിൻ്റെ ഫയലിൽ നിന്ന് കാൽക്കുലേഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത ഫയൽസിൽ നിന്നുള്ള കാൽക്കുലേഷൻസ് ആണ് കൂടുതൽ നോക്കിയിരുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് ഇനി എക്സാം എഴുതാൻ പോകുന്ന പിള്ളേരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ ബേസിക് ക്ലാസ്സസ് എന്തായാലും കേൾക്കണം. അത് ഒരു വട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് കേട്ടാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഫയൽസ് തന്നിട്ടുണ്ട്. അതിലെല്ലാ ഫയൽസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇമ്പോർട്ടൻറ്റ് ഫയൽസിലെ മെയ് ഫയൽ, ഒറിയോൺ ഫയൽ, യെല്ലോ ഫയൽ, അങ്ങനത്തെ കുറച്ച് ഫയൽസ് ഉണ്ട്. ഞാൻ അതൊക്കെ നന്നായി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫയൽസ്, അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് കുറേ പേരെടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഡം. എന്നോടും അത് 50 to 60% അതിൽ തന്നെയാണ് എനിക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നന്നായി പ്രാർത്ഥിക്കുക. പിന്നെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും എന്നെ പോലെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.